അലീനയുടെ ബാഗിൽ നിന്ന് മോതിരം കിട്ടിയത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് നിൻ്റേതല്ല എന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കട്ടോ വൈജയന്തി വീണ്ടും. അത് എൻ്റേതല്ല, എനിക്കറിയില്ല ഇത് ആരുടേതാണെന്ന് എനിക്കറിയില്ല എന്ന് പറയാണ് അലീന. അങ്ങനെ നീ വാ, ഇതൊന്ന് അങ്ങനെ വിട്ടാൽ പറ്റില്ല, എങ്ങോട്ട് കയറുമ്പോൾ നീ ഇങ്ങോട്ടേക്ക് വാ, ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അലീനയും കൂട്ടിക്കൊണ്ട് പോകട്ടോ. മോളെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബാലചന്ദ്രൻ്റെ അടുത്തേക്കാണ് കൂട്ടിക്കൊണ്ടുവരുന്നത്. എന്നിട്ട് പറയുന്നത്, ഇത് കണ്ടോ അവളുടെ ബാഗിൽ നിന്ന് കിട്ടിയതാണ് 1600 രൂപ എന്ന് പറയാട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇത് എൻ്റെ കാശാണ് എന്ന് പറയാട്ടോ. നിൻ്റെ കാശാണെങ്കിൽ നീ നിൻ്റെ ബാഗിലല്ലേ വെക്കേണ്ടത്, ഇത് ഒളിപ്പിച്ച് വെച്ചേക്കാണ്. എവിടെയെന്നറിയാമോ, അവളുടെ ഒരു മമ്മി എന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീ ഇല്ലേ, അതിൻ്റെ ഫോട്ടോയ്ക്ക് പുറകിൽ ഒളിപ്പിച്ച് വെച്ചേക്കാണെന്ന് പറയാണ് വൈജ ബാലനോട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് മമ്മി എനിക്ക് തന്ന കാശാണ്, അതാണ് ഞാൻ അവിടെ വെച്ചത് എന്ന് പറയാട്ടോ. ശരി, അങ്ങനെയാണെങ്കിൽ ഇത് എവിടെ നിന്ന് കിട്ടി, ഇത് ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, അത് എൻ്റേതല്ല എന്ന് തന്നെ പറയാട്ടോ അലീന ആ സമയത്ത് ആ മോതിരം കണ്ടിട്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം എൻ്റെ മോതിരം കാണാഞ്ഞിട്ട് ഞാൻ ഇവളുടെ ബാഗ് മുഴുവൻ അരിച്ചു പെറുക്കിയതാണ്, അന്നൊന്നും ഇതുണ്ടായിരുന്നില്ല, അതിന് ശേഷമാണ് ഇത് വന്നത്, അതിന് ശേഷം ഇവൾ പുറത്തേക്ക് പോയിട്ടുമില്ല, പിന്നെ ഈ സാധനം എവിടുന്ന് വന്നു, ഇത് ആര് കൊടുത്തു, ഇത് എവിടുന്ന് കിട്ടി അവൾക്ക്, ഇവളുടേതല്ല എന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ വൈജ അലീനയെ. അലിനോട് പറയുന്നുണ്ട്, ഇവളുടെ ബാഗിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ച ഈ സാധനം അവൾ കണ്ടിട്ട് പോലുമില്ല, എങ്ങനെയുണ്ട്, ഇതൊക്കെ വിശ്വസിക്കാൻ കൊള്ളാമോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ ആ റിങ് വാങ്ങിക്കുകയാണ്. എന്നിട്ട് ബാലൻ ചോദിക്കുന്നുണ്ട്, അലീന ഈ സാധനം നിൻ്റേതല്ല എന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, സത്യമായിട്ടും എൻ്റേതല്ല എന്ന് പറയണം. പിന്നെ എങ്ങനെ ഇത് നിൻ്റെ ബാഗിൽ വന്നു, ഇതിന് കയ്യും കാലും ഒന്നും ഇല്ലല്ലോ, തന്നെ നടന്നു കയറി നിൻ്റെ ബാഗിൽ കയറിയിരിക്കാൻ എന്ന് ബാലചന്ദ്രൻ ചോദിക്കട്ടോ. ആ സമയത്ത് അലീന ഇങ്ങനെ ഓർക്കുകയാണ്, ഹരി ആ മോതിരം കൊണ്ടുവന്ന കാര്യം ഓർക്കുക കേട്ടോ. അലീന അക്കാര്യം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കട്ടോ. ഹരി ആ മോതിരം കൊണ്ടുവന്ന കാര്യം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അവൾക്ക് ഓർമ്മ വരികയാണ് ആ മോതിരമാണ് ഇത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഒന്നും പറയാനില്ലേ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തപ്പിത്തടയാട്ടോ. ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട്, ഇവൾക്ക് പറയാൻ ബുദ്ധിമുട്ട് കാണും വെച്ചാൽ ഞാൻ പറയാം എന്ന് പറയാം കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ പറയാം എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇനി വേണ്ട, ഇനി നീ പറയണ്ട, നീ പറയാ രോഹി എന്ന് പറയണം. അങ്ങനെ രോഹിത് പറയുന്നുണ്ട്, ഈ മോതിരം ഇവൾക്ക് കൊല്ലപ്പള്ളിയിലെ ഹരി കൊടുത്തതാന്ന് പറയാട്ടോ. ഇത് കേട്ടിട്ട് എല്ലാവരും ഷോക്കാവുകയാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആര്, ശിവേട്ടൻ്റെ മോനോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയാണ് രോഹിത് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അലീന ആകെ തകർന്ന് തരിപ്പണമായിട്ട് ഇങ്ങനെ നിൽക്കാട്ടോ. ഇതൊക്കെ കൂടി കേട്ടിട്ട് ബാലചന്ദ്രനും വൈജയന്തിയും എല്ലാവരും ആകെ ഷോക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ രോഹിത് വീണ്ടും പറയുന്നുണ്ട്, കൊല്ലപ്പള്ളിയിലായിരുന്നല്ലോ ഇവൾ കുറച്ച് നാൾ താമസിച്ചിരുന്നത്, ആ സമയത്ത് ഇവർ തമ്മിലൊരു സീക്രട്ട് കണക്ഷനൊക്കെ ഉണ്ടായിരുന്നു, ഹരി ഇവൾക്ക് കാശൊക്കെ കൊടുക്കുമായിരുന്നു എന്ന് പറയാട്ടോ. അപ്പം അലീന പറയുന്നുണ്ട്, ഇല്ല ഇത് കള്ളമാണ്, ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ അലീന പറയാൻ തുടങ്ങുമ്പോൾ വൈജയന്തി അലീനയെ തടയാണ്, നിർത്ത്, അവൻ പറയട്ടെ എന്ന് പറയട്ടോ. നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുകയാണ് വൈജയന്തി രോഹിത്തിനോട്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, ഹരി തന്നെ എന്നോട് പറഞ്ഞതാണ് ഇക്കാര്യങ്ങളെല്ലാം എന്ന് പറയാട്ടോ. എന്നിട്ട് രോഹിത് പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ഹരി ഇവിടെ ഒരു ദിവസം തങ്ങാനായിട്ട് വന്നില്ലേ, അന്ന് ഈ ഗോൾഡ് റിങ് എന്നെ കാണിച്ചിരുന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞത് അന്ന് രാത്രി അലീനയെ മീറ്റ് ചെയ്യണമെന്നും ഈ റിങ് അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണമെന്നും പറഞ്ഞിരുന്നു എന്ന് രോഹിത് പറയാട്ടോ. അപ്പോൾ അലീന ആകെ വിഷമിച്ചിട്ട് കരഞ്ഞുകൊണ്ട്, അയ്യോ അങ്ങനെയല്ല, അതല്ല സത്യം എന്നിങ്ങനെ പറയാൻ ശ്രമിക്കുമ്പോൾ വൈജയന്തി സമ്മതിക്കുന്നില്ല. മിണ്ടരുത് നീ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ തടയാണ്. ബാലചന്ദ്രനും ആകെ ഷോക്കായിട്ട് നിൽക്കാട്ടോ. എന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ പറ എന്ന് വൈജയന്തി രോഹിത്തിനോട് പറയുമ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ അവനോട് ചോദിച്ചു, അലീനയെ മീറ്റ് ചെയ്തോ, മോതിരം കൊടുത്തോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു മീറ്റ് ചെയ്തു, ആ മോതിരം അവൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു എന്ന് പറയാട്ടോ. ഇതൊക്കെ കൂടി കേട്ടിട്ട് അലീന ആകെ തകർന്നു പോകണം. ബാലചന്ദ്രനും ആകെ വല്ലാത്തൊരവസ്ഥയിലാട്ടോ. കാരണം അലീനയെ പറ്റി അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. കവിതയാണെങ്കിൽ കൃഷ്ണയെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഇപ്പം നിൻ്റെ ചേച്ചി എന്നുള്ള രീതിയിൽ, കൃഷ്ണയാണെങ്കിൽ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് നടന്നതല്ലേ, എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കുക കേട്ടോ. അപ്പം അലീന ഇങ്ങനെ കൃഷ്ണയെ ഒന്ന് നോക്കുകയും ചെയ്യുന്നുണ്ട്. അലീന ആകെ വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ അപ്പുറത്തേക്ക് മാറി നിൽക്കുക കേട്ടോ. ആ സമയത്ത് ബാലചന്ദ്രൻ ചെന്നിട്ട് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ അല്ലേന്ന് ചോദിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല, ഇതിൽ സത്യമുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, ഹരി എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഹരിയെ വിളിച്ച് ചോദിക്കും എന്ന് പറയാട്ടോ. അച്ഛൻ ഇപ്പം തന്നെ വിളിച്ച് ചോദിച്ചോ എന്ന് പറയണം. ആ സമയത്ത് ഭദ്രകാളി പോലെ ഓടി വരിക കേട്ടോ അലീനയുടെ അടുത്തേക്ക് വൈജയന്തി. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇതാണല്ലടി നിൻ്റെ കയ്യിലിരിപ്പ്, ആമ്പിള്ളേരെ വശീകരിച്ച് അവരുടെ കയ്യിൽ നിന്ന് സ്വർണവും പണവും ഒക്കെ അടിച്ചു മാറ്റുക, ഇതാണല്ലേ നിൻ്റെ കയ്യിലിരിപ്പ് എന്ന് ചോദിക്കാട്ടോ. ഇല്ല, ഇത് സത്യമല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്യേയില്ല എന്ന് അലീന ആണയിട്ട് പറയാട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, രോഹി പറഞ്ഞതൊക്കെ നീ കേട്ടതല്ലേ, അവന് നിന്നെപ്പറ്റി കള്ളം പറയേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കാട്ടോ.
അപ്പോൾ അലീന പറയുന്നുണ്ട് അതിന് വേറെ എന്തെങ്കിലും കാരണം കാണും എന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ രോഹിത്തിൻ്റെ മുഖം ഇങ്ങനെ ഒന്ന് മാറുന്നുണ്ട്. അപ്പോൾ വൈജ് പറയുന്നുണ്ട് മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി, നിന്റെ ചെകിടടിച്ച് പൊട്ടിക്കാണ് വേണ്ടത് എന്ന് പറയാട്ടോ. അങ്ങനെ അവളോട് വീണ്ടും ദേഷ്യപ്പെടാൻ പോകുമ്പോൾ ബാലചന്ദ്രൻ തടയാണ്. ഒന്ന് നിന്നേ വൈജ്, അവിടെ നിന്നേ എന്ന് പറയാട്ടോ. അവൾക്ക് പറയാനുള്ളതും കൂടി കേൾക്കാം എന്ന് പറയാട്ടോ ബാലചന്ദ്രൻ. ഇനി എന്താണ് ഇവൾക്ക് പറയാനുള്ളത്? ഇവളുടെ എല്ലാ കാര്യങ്ങളും തെളിഞ്ഞില്ലേ എന്ന് പറയാട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കും, ഞാൻ ചോദിക്കട്ടെ, ഈ മോതിരം നിനക്ക് ഹരി തന്നതല്ല എന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് തന്നതല്ല, ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്ന് പറയാട്ടോ. അപ്പോൾ വൈജയന്തി വീണ്ടും പറയുന്നുണ്ട് എങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടാവില്ല, മോതിരം ഇവളുടെ വിരലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടാകും എന്ന് പറയാട്ടോ. അപ്പം ഇല്ല, എനിക്ക് അങ്ങനെ തന്നിട്ടില്ല, ഞാനത് വാങ്ങിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇവളുടെ ബാഗിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാകും എന്നൊക്കെ വൈജയന്തി പറയാട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഹരി നിനക്ക് കൊല്ലപ്പള്ളിയിൽ വെച്ചിട്ട് കാശ് വല്ലതും തന്നായിരുന്നു ചോദിക്കുകയാണ്. ഇല്ല, എനിക്ക് തന്നിട്ടില്ല, ഞാൻ വാങ്ങിച്ചിട്ടില്ല, 2-3 തവണ എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, അപ്പോഴൊക്കെ ഞാൻ അങ്ങനെ ഒരു പെണ്ണല്ല, എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മോശമായി സംസാരിക്കരുതെന്ന് പറഞ്ഞ് തടഞ്ഞിട്ടുണ്ട് എന്ന് പറയാട്ടോ. ഇവൾ ഈ പറയണമൊന്നും വിശ്വസിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ് വൈജ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് നീ എന്താ ഇത് മറ്റുള്ളവരോട് പറയാഞ്ഞെന്ന് ചോദിക്കട്ടോ ബാലചന്ദ്രൻ. എൻ്റെ അനുജൻ്റെ പ്രായമല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങ് ക്ഷമിച്ചു എന്ന് പറയാണ് അലീന. അപ്പോൾ ഈ ഗോൾഡ് റിങ്ങിൻ്റെ കാര്യത്തിൽ നിനക്കൊരു മനസ്സറിവും ഇല്ലെന്ന് ചോദിക്കുകയാണ്. ഇല്ല, എനിക്കറിയില്ല ഇതെങ്ങനെ എൻ്റെ ബാഗിൽ വന്നു എന്നുള്ളത്. അന്ന് ഇവിടെ വന്നപ്പോൾ എന്നെ റിങ് കാണിച്ചിരുന്നു. അന്ന് രാത്രി ഗസ്റ്റ് റൂമിൽ വന്നാൽ ഈ റിങ് എനിക്ക് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരില്ല, എനിക്കിത് വേണ്ട എന്ന് പറയുകയും ചെയ്തു എന്ന് പറയട്ടോ. അപ്പോൾ വൈജു ചോദിക്കുന്നുണ്ട് അന്ന് രാത്രി ഇവൻ നിൻ്റെ റൂമിൽ വന്നില്ലേടി എന്ന് ചോദിക്കട്ടോ. വന്നു. എന്തിനാ വന്നത്? എന്നോട് റൂമിലേക്ക് ചെല്ലാൻ, എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഇറങ്ങി വരണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോഴും ഞാൻ നല്ല മറുപടി കൊടുത്തിട്ടാണ് വിട്ടതെന്ന് പറയട്ടോ അലീന. പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേന്ന് അവൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് ഞാൻ അവനോടും പറഞ്ഞു. അതാണ് ഉണ്ടായതെന്ന് പറയട്ടോ. അന്ന് രാത്രി ഹരിയെ ഞാൻ അമ്മയുടെ റൂമിൽ കണ്ടതാണ്. ഇവളോട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും അവൻ പറഞ്ഞു ചോദിച്ചപ്പോൾ ഇവളൊന്നും പറഞ്ഞില്ല എന്നാണ് പറഞ്ഞത് എന്ന് വൈജ പറയുമ്പോൾ ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയാണ്, ഞാൻ കാരണം ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയട്ടോ അലീന. അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യമൊന്നും പറയാഞ്ഞത് എന്ന് പറയാണ് അലീന. പിന്നീടാണെങ്കിലും നിനക്ക് എല്ലാ കാര്യങ്ങളും വൈജയോട് പറയാമായിരുന്നല്ലോ എന്ന് ചോദിക്കാട്ടോ ബാലചന്ദ്രൻ. അപ്പോൾ അലീന പറയുന്നുണ്ട് ഒന്നാമത്തെ മാഡത്തിന് എന്നെ ഇഷ്ടമല്ല, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാഡത്തിൻ്റെ ആങ്ങളയുടെ മകനെക്കുറിച്ച് പറയുന്നത് ഒട്ടും ഇഷ്ടപ്പെടില്ല, ഞാൻ മനഃപൂർവ്വം പറയുന്നതാണ്, ഞാനാണ് തെറ്റുകാരി എന്ന് മാത്രമേ പറയുള്ളൂ എന്ന് പറയാട്ടോ അലീന. അപ്പോൾ വൈജ പറയുന്നുണ്ട് ഇവള് പറയുന്നൊന്നും വിശ്വസിക്കില്ലേ ബാലേന്ദ്ര, പഠിച്ച കള്ളിയാണ് ഇവള് എന്ന് പറയാട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അലീന. ഗോൾഡ് റിങ് ഇവളുടെ ബാഗിൽ എങ്ങനെ വന്നു, അതിന് ഉത്തരം പറയട്ടെ ഇവള് എന്ന് പറയാട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ മുറിയിലില്ലാത്ത സമയത്ത് എങ്ങാനും എൻ്റെ ബാഗിൽ കൊണ്ടുവന്ന് വെച്ചതായിരിക്കും എന്ന് പറയാട്ടോ. പിന്നെ നിന്റെ ബാഗിൽ സ്വർണം കൊണ്ടുപോയി വെക്കാൻ അവന് വല്ല പ്രാന്തമല്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാട്ടോ. ഇവള് ഇറങ്ങി വന്നിട്ട് അവൻ മോതിരം കൊടുത്തതുപോലെ തന്നെ പറയാണ്. എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കാട്ടോ അലീന. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഞാൻ പറയുന്നതെല്ലാം സത്യമാണ് എന്നുള്ള കാര്യം എനിക്കും അറിയാം, ദൈവത്തിനും അറിയാം എന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ പൊയ്ക്കോ, ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്താ വേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ എന്ന് പറയട്ടോ. അലീന ഇങ്ങനെ അവിടെ നിന്ന് വിഷമിച്ചുകൊണ്ട് പോവുകയാണ്. ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ് വൈജയന്തി കേട്ടോ. രോഹിത്തിനാണെങ്കിൽ ഒരു വിജയഭാവമാട്ടോ മുഖത്ത്, അവൾക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു വിജയഭാവമാണ്. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് അലീന റൂമിൽ ചെന്നിട്ട് മമ്മിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്നിട്ട് കൈ കൂപ്പിക്കൊണ്ട് കരഞ്ഞിങ്ങനെ പറയട്ടോ വിഷമങ്ങൾ. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ ആരായി എന്നൊക്കെ ചോദിക്കുകയാണ്. ഇതിനാണോ എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത് എന്ന് ചോദിക്കാട്ടോ ബ്രിജിത്ത മമ്മിയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട്. വേണ്ടായിരുന്നു, ഇതെനിക്ക് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ. എന്നിട്ട് അവിടെ ഇങ്ങനെ കൈവച്ചുകൊണ്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ കാണുക കേട്ടോ, ബ്രിജിത്ത മമ്മിയെ കാണുകയാണ്. ബ്രിജിത്ത മമ്മിയുടെ അടുത്ത് ചെന്നിട്ട് എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല മമ്മി എന്ന് പറയുന്നതായിട്ട് അവളിങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ ബ്രിജിത്ത മമ്മി പറയുന്നുണ്ട് ഞാനില്ലേ മോളെ, നിനക്ക് ഏത് ആപത്തിലും ഏത് പ്രശ്നത്തിലും താങ്ങായിട്ട് ഞാനുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കെ, ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയട്ടോ. അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. അവളിങ്ങനെ കരയുന്നതും അങ്ങനെ പറയുന്നതൊക്കെ മുത്തശ്ശി ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുക കേട്ടോ അവിടെ. അപ്പോൾ മുത്തശ്ശി വിളിക്കുന്നുണ്ട് മോളെ, നീ ആരോടാണ് ഈ കരയും പറയുകയും ചെയ്യുന്നതെന്ന് ചോദിക്കാട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് വൈജയന്തിയും ബാലനെയാണ്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നമുക്ക് ഹരിയെ വിളിച്ച് ചോദിച്ചാലോ എന്ന് ചോദിക്കാട്ടോ. എന്തിന് ചോദിക്കണം, അവന് ഇതിലൊരു കക്ഷിയാണല്ലോ, അപ്പോൾ അവനെ വിളിച്ച് ചോദിക്കാം. അപ്പോൾ വൈജു ചോദിക്കുന്നുണ്ട് എന്തിന്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ബാലചന്ദ്രൻ ഇപ്പോഴും അവൾ പറയുന്നതാണോ വിശ്വാസം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സത്യാവസ്ഥ എന്താണെന്ന് അറിയണ്ടേന്ന് ചോദിക്കുകയാണ്. എന്തിന്, ഇനി ഇതിൽ കൂടുതൽ സത്യം എന്താണുള്ളത്, കൊല്ലപ്പള്ളിയിൽ വെച്ച് തന്നെ ഇവർ തമ്മിൽ എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഗോൾഡ് റിങ് അവൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയട്ടോ വൈജ. അപ്പോൾ അത് ശരിയാണല്ലോ എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ് ബാലചന്ദ്രൻ.
ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇത് ഗോൾഡ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നത് ഗോൾഡിനെ ആയിരിക്കും, അവനാണോ പൈസക്കും സ്വർണത്തിനൊക്കെ ക്ഷാമം എന്ന് പറയട്ടോ. എന്നാലും ഹരി ഇവിടെ വന്നിട്ട് ഇവൾക്ക് ഈ ഗോൾഡ് റിങ് കൊടുത്തതും അവളെ ഇങ്ങനെ അവളോട് ഇങ്ങനെ പെരുമാറിയതൊക്കെ ശരിയാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കട്ടോ. ആമ്പിള്ളേരല്ലേ ബാലചന്ദ്ര, ഈ പ്രായത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ഉള്ള കുസൃതികളൊക്കെ തോന്നും എന്ന് പറയട്ടോ. അവളെ ചിലപ്പോൾ ഒന്ന് വളയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതായിരിക്കും എന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൽ കയറിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കേട്ടോ ബാലചന്ദ്രൻ. അപ്പോഴും ഹരിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ നിൽക്കുകയാണ് വൈജയന്തി. ബാലചന്ദ്രൻ്റെ ദേഷ്യം കണ്ടിട്ട് വൈജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ കയറിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിക്കുകയാണേ. നിനക്കെന്താ ഇതൊക്കെ വെറും തമാശയാണോ എന്ന് ചോദിക്കട്ടോ. അതും ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറുന്നതും അതിനെ വളയ്ക്കാൻ നോക്കുന്നതൊക്കെ തമാശയാണോ എന്ന് ചോദിക്കട്ടോ. നീ ഇപ്പം പറഞ്ഞല്ലോ കൊല്ലപ്പള്ളിയിൽ വെച്ചിട്ടും അവർ തമ്മിൽ എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്നു എന്ന്, അതും തമാശയാണോ എന്ന് ചോദിക്കുകയാണേ. നമ്മളിപ്പോൾ ഇവിടുത്തെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറയുന്ന വൈജ ആ സമയത്ത്. അങ്ങനെയാണോ അവനെ ഇനി ഈ വീട്ടിൽ കയറ്റാൻ പറ്റുമോ, ഇവിടെ തൊലി വെളുത്ത പെണ്ണുങ്ങൾ വേറെ ഉണ്ടല്ലോ എന്നൊക്കെ പറയട്ടോ ബാലചന്ദ്രൻ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എന്താ ബാലചന്ദ്രൻ ഈ പറയുന്നത്, അവന് സ്വന്തക്കാരും ബന്ധുക്കാരും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ലെന്ന് ചോദിക്കട്ടോ. അവന് അങ്ങനെ സ്വന്തക്കാരും ബന്ധുക്കാരും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്നവനായിരുന്നെങ്കിൽ ഈ വീട്ടിൽ കയറിയിട്ട് അവൻ അമ്മാതിരി പണി കാണിക്കുമോ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. ഇപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണോ താൻ സംസാരിക്കുന്നതെന്ന് ചോദിക്കട്ടോ. നാളെ ബബിതയോടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിലും എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. ദേഷ്യപ്പെട്ടുകൊണ്ടാട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, അവൻ അത്രയ്ക്ക് കൊള്ളരുതാത്തവനാണോ ബാലേന്ദ്ര, അമ്മയും പെങ്ങളെയൊക്കെ തിരിച്ചറിയാൻ ഉള്ള ബുദ്ധി, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി പറയുന്നത് നിർത്തിക്കുക കേട്ടോ. എന്നിട്ട് വൈജയന്തിയോട് വന്ന് ചോദിക്കുന്നുണ്ട്, അവൻ നാളെ വന്ന് പറയണേ ബബിത എൻ്റെ മുറപ്പെണ്ണാണ് എന്ന് വന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ സമൂഹത്തിൽ എന്ന് പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാകുമ്പോൾ രണ്ടിനും കൂടെ പിടിച്ചാണ്ട് കെട്ടിക്കണം എന്ന് പറയണ വൈജയന്തി. നിനക്ക് എത്ര നിസ്സാരമായിട്ടാണ് ഇതൊക്കെ പറയാൻ പറ്റുന്നത്, തെറ്റിൻ്റെയും ശരിയുടെയും നടക്കിലൂടെ ഒരു രേഖ പോകുന്നുണ്ട് വൈജയ്, രണ്ടിനെയും കൂടി വേർതിരിക്കുന്ന ഒരു നേർരേഖയാണത്, അല്ലാതെ വളച്ചും തിരിച്ചും നമ്മുടെ സൗകര്യം പോലെ ഉപയോഗിക്കാവുന്ന ഒരു രേഖയല്ല അത് എന്ന് പറയട്ടോ ബാലചന്ദ്രൻ. അലീനയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുല്യ അവകാശം, തുല്യ പങ്ക് ഹരിക്കുണ്ടെന്ന് പറയട്ടോ ബാലചന്ദ്രൻ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഈ ഗോൾഡ് റിങ് ഹരിയുടെ കയ്യിലിരിക്കുന്നത് കണ്ടു എന്ന് രോഹി പറഞ്ഞത് സത്യമാണെന്ന് പറയണ. അവളും സമ്മതിച്ചല്ലോ, കിച്ചണിൽ ചെന്ന് ഈ ഗോൾഡ് റിങ് കാണിച്ചതും അതുപോലെ രാത്രി റൂമിൽ ചെന്ന് ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടതും ഒക്കെ അവൾ സമ്മതിച്ചില്ലേ എന്ന് പറയാണ് അലീനയെക്കുറിച്ച് ഇങ്ങനെ പറയാട്ടോ വൈജയന്തി. അതൊക്കെ ശരിയാണ് എന്ന് പറയട്ടോ ബാലചന്ദ്രൻ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ ഈശ്വര ഈ വീട്ടിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടാവുമെന്ന് ആർക്കറിയാം, പകലൊന്നും ഇവിടെ ആരും ഇല്ലല്ലോ, അവൻ ഇടയ്ക്ക് ഇതേമാതിരി വന്നു പോയിട്ടൊക്കെ ഉണ്ടാകും എന്നൊക്കെ വൈജയന്തി പറയട്ടോ. രോഹിയെ വിളിച്ചൊന്ന് സംസാരിക്കണം, കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് പറയട്ടോ ബാലചന്ദ്രൻ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, രോഹിയെ വിളിച്ച് ഇനി എന്ത് സംസാരിക്കാനാണ്, രോഹിത്തിനല്ലല്ലോ ഈ മോതിരത്തെക്കുറിച്ച് ചോദിച്ചിട്ട് അവൾക്കല്ലേ മറുപടി ഇല്ലാതിരുന്നത്, അപ്പോൾ അവളല്ലേ എല്ലാം മറച്ചു വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അലീനയെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടോ. പഠിച്ച കള്ളിയാണ് അവൾ, ഒന്നും അറിയില്ല എത്ര എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് വൈജയന്തി കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ വൈജയന്തിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ മോതിരം അവൾ കാണാതെ അവളുടെ ബാഗിൽ ഹരി കൊണ്ടുപോയി വെച്ചതാണെങ്കിലോ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ ബാലചന്ദ്ര, ഹരിക്ക് ഇത് അവളുടെ ബാഗിൽ കൊണ്ടുപോയി വെച്ചിട്ട് എന്ത് കിട്ടാനാണ്, ഈ ഗോൾഡ് റിങ് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് എന്ത് കിട്ടാനാണെന്ന് ചോദിക്കുമ്പോൾ ഇത് ഗോൾഡാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയാട്ടോ. ഇനി എന്തായാലും രോഹിയെ വിളിച്ച് എനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയാട്ടോ. ഇനി അവനോട് എന്ത് ചോദിക്കാനെന്ന് പറയുമ്പോൾ റൂമിലോട്ട് വരാൻ പറ, അവനൊന്ന് വിളിച്ച് എന്ന് പറഞ്ഞിട്ട് വൈജയന്തിയെ പറഞ്ഞയക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ബബിതയും വൈജയന്തിയും കൂടെ ഒക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ ഡ്രസ്സുകളൊക്കെ എടുത്ത് മടക്കി ബാഗിലേക്ക് തന്നെ വെക്കേട്ടോ അലീന. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിന്നോട് അവൾക്ക് എന്താ ഇത്രയ്ക്ക് വിരോധം എന്ന് ചോദിക്കാട്ടോ. എന്നെ കണ്ടത് മുതലേ എന്നെ ഇഷ്ടമല്ല അതുകൊണ്ടായിരിക്കും എന്ന് പറയാട്ടോ. അതിന് ഇത്ര വിരോധം തോന്നേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുവന്നതിനെ ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, സാറിനും തെറ്റുപറ്റി എന്നെ സെലക്ട് ചെയ്യുന്നതിൽ, ശരിക്കും വീട്ടുജോലിക്കാരിയെ സെലക്ട് ചെയ്യേണ്ടത് സാറല്ല മാഡമാണ്, അവിടുത്തെ സ്ത്രീകളാണെന്ന് പറയാട്ടോ. അതിന് അവന് ബാലചന്ദ്രനല്ലല്ലോ കൂട്ടിക്കൊണ്ടുവന്നത്, മനു അല്ലേ, ബാലചന്ദ്രൻ കൂട്ടുവന്നല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവളുടെ ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കതക് തുറന്നുകൊണ്ട് വൈജയന്തി അങ്ങോട്ടേക്ക് വരിക കേട്ടോ. എന്നിട്ട് അലീനയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഇനി നിന്നെ ഇവിടെ ജോലിക്ക് നിർത്തണ്ട എന്നാണ് ഞങ്ങളുടെ തീരുമാനം, വേറെ ഏതെങ്കിലും സ്ഥലം നോക്കിക്കോന്ന് പറയാട്ടോ. ആകെ വിഷമിച്ച് പോവാണ് അലീന. എന്തുകൊണ്ടാണ് എന്നെ വേണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ വേണ്ട അത്ര തന്നെ എന്ന് പറയാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അലീന പറയുമ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എല്ലാ കള്ളികളും കള്ളന്മാരും ഇത് തന്നെയാണ് പറയാറ്, എന്താണെങ്കിലും നിൻ്റെ സേവനം ഇനി ഇവിടെ വേണ്ട എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ വൈജയ് എല്ലാവരും കൂടെ നിങ്ങൾ ആ കൊച്ചിനെ ഇട്ടിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പം ഇവളുടെ സ്വഭാവം അത്ര ശരിയല്ല അമ്മേ എന്ന് പറയട്ടോ വൈജ. നീ ഒന്ന് തെളിച്ച് പറ എന്ന് പറയട്ടോ മുത്തശ്ശി. അപ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ആൺപിള്ളേർ ഉള്ള വീട്ടിൽ ജോലിക്ക് നിർത്താൻ കൊള്ളത്തില്ല അമ്മേ, അതുപോലെ പണപ്പെട്ടി തുറന്നു വെക്കാനും പറ്റത്തില്ല എന്ന് പറയട്ടോ വൈജ.
അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അലീന ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ എന്തറിഞ്ഞിട്ടായി പറയുന്നത്, എല്ലാം അവൻ്റെ വികൃതിയാണ് ഹരിയുടെ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്തറിയാം, അമ്മ ഇവിടെ ഇങ്ങനെ കിടക്കല്ലേ, അമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചേക്കാണ്, പിന്നെ കുറേ കള്ളക്കണ്ണീരും, ഞാൻ ഇതൊക്കെ കുറേ കണ്ടിട്ടുള്ളതാന്ന് പറയാട്ടോ. അങ്ങനെ അലീനയെ പറ്റി ഇങ്ങനെ പറയാണ് വൈജ. ഞാൻ കണ്ടിടത്തോളം ഒന്നും നീ കണ്ടിട്ടില്ലല്ലോ, നിനക്ക് എന്തറിയാം എന്ന് പറയാട്ടോ മുത്തശ്ശി. ഇനി ഒന്നും അറിയണ്ട, അറിഞ്ഞെടുത്തോളം മതി എന്ന് പറയാണ് വൈജയന്തി. മുത്തശ്ശി പറയുന്നുണ്ട്, ആ ഹരിയുടെ പണിയാണ് എല്ലാം, അവനെ വിളിച്ച് ചോദിച്ചാൽ അറിയാൻ പറ്റും, 1-2 തവണ അവൻ ഈ റൂമിൽ വന്നിട്ടുണ്ട്, ഒരു ദിവസം അവളുടെ ബാഗ് തപ്പുന്നത് ഞാൻ കണ്ടതാന്ന് പറയുമ്പോൾ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാണ് വൈജ. എന്നിട്ട് പറയുന്നുണ്ട്, ഹരിയെ എനിക്ക് നാട് കടത്താൻ പറ്റില്ലല്ലോ, എൻ്റെ ആങ്ങളയുടെ മകനാണ്, ഇവളെയല്ലേ പറഞ്ഞയക്കാൻ പറ്റത്തുള്ളൂ, ഇവള് നമ്മുടെ ആരുമല്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ആകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുക, ചെയ്യാത്തവരെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുക എന്നുള്ള രീതിയിൽ പറയുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അമ്മ ഇവിടുത്തെ കാര്യങ്ങൾ ഇടപെടേണ്ട, അമ്മയെ നോക്കാൻ വേറെ സെർവൻറ്റ് വരും, അതൊന്നും കുഴപ്പമില്ല, പിന്നെ ഞാനും ബാലചന്ദ്രനും കൂടെ നോക്കിക്കോളാം ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞ് വൈജയന്തി അവിടെ നിന്ന് പോവാട്ടോ. ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അലീന. ആ സമയത്ത് അലീന ഓർക്കുന്നത് ബ്രിജിത്ത മമ്മി പറഞ്ഞ കാര്യങ്ങളാട്ടോ. നിനക്ക് ജന്മം തന്ന സ്ത്രീ നിൻ്റെ അമ്മ, നിൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് ഞാൻ നിന്നെ പറഞ്ഞയക്കുന്നത്, നിനക്ക് നിൻ്റെ അമ്മയെ കാണാം, തൊടാം, സംസാരിക്കാം, എല്ലാം ചെയ്യാം, പക്ഷേ നിങ്ങൾക്ക് മുന്നിലൊരു ഗ്ലാസ് ഭിത്തി ഉണ്ടെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ ഓർത്ത് വിഷമിച്ച് നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.